നമസ്കാരം, ഞാൻ ആര്യ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹോം ഫേഷ്യലാണ്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പാർലർ ഫേഷ്യൽ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണണം എന്നുണ്ടെങ്കിൽ കണ്ടു നോക്കാം. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. കുറച്ച് പുതിയ പ്രോഡക്റ്റ്സാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് വോവിൻ്റെ ഉപ്റ്റൺ റേഞ്ചിലുള്ള കുറച്ച് പ്രോഡക്റ്റ്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഫേസ് വാഷ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് അവരുടെ ഫേസ് വാഷാണ് ഞാൻ എടുക്കുന്നത്. ഈ ഒരു ഫേസ് വാഷ് ബ്രഷോട് കൂടിയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു ഡീപ്പ് ക്ലൻസിങ് ആണ് കേട്ടോ കിട്ടുന്നത്. അതുപോലെ തന്നെ ഒരു ചെറിയൊരു എക്സ്ഫോലിയേഷനും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ ഫസ്റ്റ് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇതിൽ പല പ്രോഡക്ട്സും ട്രൈ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫേസ് വാഷ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. എന്തായാലും എനിക്ക് എൻ്റെ സ്കിന്നിന് വളരെ നന്നായിട്ട് സ്യൂട്ട് ചെയ്തു ഈ ഒരു റേഞ്ച്. അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ട് ചെയ്യുന്നതെന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും എൻ്റെ ഇതൊരു കോമ്പിനേഷൻ സ്കിന്നാണ്, എനിക്കിത് വർക്ക് ചെയ്തു. അപ്പോൾ ഇത് ഫോം ടൈപ്പാണ്. നന്നായിട്ട് നമുക്കൊരു 2 പമ്പൊക്കെ മതിയാവും കേട്ടോ. ഫേസ് ഫുള്ളായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാനായിട്ട് 2 പമ്പൊക്കെ ധാരാളം മതിയാവും. പിന്നെ ഉപ്റ്റൻ ആ ഒരു സ്മെല്ല് തന്നെയാണ് കേട്ടോ. എനിക്ക് പൊതുവേ എല്ലാ പ്രോഡക്ട്സും പുതിയൊരു പ്രോഡക്റ്റ് കിട്ടുമ്പോൾ ഞാൻ നന്നായിട്ട് സ്മെല്ല് ചെയ്ത് നോക്കാറുണ്ട്. പിന്നെ ഈ ഒരു ഉപ്റ്റനെ പറ്റി അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഈ അടുത്ത സമയത്ത് ഭയങ്കര ഇന്നായി വന്ന ഒന്നാണ് ഈ ഒരു ഉപ്റ്റൻ റേഞ്ചിൽ വരുന്ന പ്രോഡക്ട്സ്. ഞാൻ ഇതിന് മുന്നേയും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ കടലമാവും അതുപോലെ മഞ്ഞൾ, കസ്തൂരി മഞ്ഞൾ, അതുപോലെ സാഫ്രോൺ, കുങ്കുമപ്പൂവ്, അങ്ങനെയൊക്കെയുള്ള ഇൻഗ്രീഡിയൻസ് നമ്മുടെ സ്കിന്നിന് ഒത്തിരി നല്ലതായിട്ടുള്ള പണ്ട് കാലത്തൊക്കെ നമ്മൾ യൂസ് ചെയ്ത് വരുന്ന ആ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ വരുന്ന ഒരു പ്രോഡക്ട്സിനെയാണ് ഉപ്റ്റൻ എന്ന് പറയുന്നത് കേട്ടോ. ആ ഒരു റേഞ്ച് അതിനെയാണ് ഉപ്റ്റൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് സ്കിന്നിന് എന്താ പറയുക, ഫസ്റ്റ് യൂസ് ചെയ്ത് തന്നെ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഇതിൻ്റെ എല്ലാ പ്രോഡക്ട്സും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടാവും ഫേസ് വാഷ് കഴിഞ്ഞപ്പോൾ തന്നെ ഫേസ് എത്രത്തോളം ക്ലീനായി എന്നുള്ളത്. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഞാൻ സ്ക്രബാണ് എടുക്കുന്നത്. സെയിം ഈ ഒരു ഉപ്റ്റൻ റേഞ്ചിൽ നിന്ന് തന്നെയുള്ള സ്ക്രബാണ്. എല്ലാ പ്രോഡക്റ്റിൻ്റെ പ്രൈസും ബാക്കി ഡീറ്റെയിൽസും ഒക്കെ നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. അതുപോലെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഫേസ് സ്ക്രബിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഫേസ് ആൻഡ് ബോഡി സ്ക്രബാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, എപ്പോഴും നമ്മളൊരു ബോഡി സ്ക്രബ് ഒരിക്കലും നമ്മൾ ഫേസിൽ യൂസ് ചെയ്യാൻ പാടില്ല. പക്ഷേ ഫേസ് സ്ക്രബ് നമുക്ക് ബോഡിയിൽ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, രണ്ടിലും യൂസ് ചെയ്യാൻ പറ്റുന്ന മൈൽഡായിട്ടുള്ള, അങ്ങനെ വലിയ തരിതരിപ്പൊന്നുമുള്ള അങ്ങനത്തെ ഒരു സ്ക്രബല്ല. അപ്പോൾ നമുക്ക് ബോഡിയിലും ഫേസിലും യൂസ് ചെയ്യാം. ഇത് ഞാൻ ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ ഈ ഒരു ഫേസ് സ്ക്രബ്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് കമൻസിലൊക്കെ കാണാറുണ്ട്, ഇങ്ങനെ ഫേസ് സ്ക്രബ് സജസ്റ്റ് ചെയ്യാവോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള കമൻറ്റ് കാണാറുണ്ട്. അപ്പോൾ നിങ്ങൾ പുതിയൊരു പ്രോഡക്റ്റ് നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. ബോഡിയിലും ഫേസിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, സ്ക്രബൊക്കെ എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ വീക്ക്ലി മാക്സിമം 2 times ഒക്കെ യൂസ് ചെയ്യാവൂ. ഓക്കെ, നിങ്ങൾക്ക് വലിയ ഇഷ്യൂ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു തവണയൊക്കെ യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഓവർ എക്സ്ഫോലിയേഷനും അത്ര നല്ലതല്ല. അപ്പോൾ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് തന്നെ ചെയ്യുക, പക്ഷെ ഒരുപാട് പ്രഷർ കൊടുക്കാണ്ടിരിക്കുക. ഇതിപ്പോൾ ഞാൻ ഫാസ്റ്റ് മോഷനിലാണ് ഇട്ട് കാണിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നതെന്ന് അറിയില്ല. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ഫേസ് അതിനുശേഷം വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അടുത്തിടുന്നത് ഫേസ് പാക്കാണ്. ഇവരുടെ മിക്ക ഫേസ് പാക്കിലും ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു ബ്രഷും കൂടി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഫേസ് പാക്കൊക്കെ ഇടാനായിട്ട് ശരിക്കും നല്ലൊരു എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഇത് തന്നെയാണ്. പിന്നെ ഈ ഒരു ഫേസ് പാക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഇൻസ്റ്റൻ്റായിട്ട് നമുക്കൊരു റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്ക് തന്നെയാണ്. എന്തായാലും റെഗുലർ ആയിട്ടുള്ള യൂസിൽ നല്ല ഡിഫറൻസ് തരും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ഉപ്റ്റൻ റേഞ്ച് എന്ന് പറയുന്നത് അങ്ങനെയാണ്, നമ്മുടെ സ്കിന്നിന് ഒത്തിരി നല്ലതാണ്. പിന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതുപോലെ ടബിൽ വരുന്ന ഫേസ് പാക്ക് അല്ലെങ്കിൽ എന്ത് പ്രോഡക്റ്റ്സ് ആണെങ്കിലും നമ്മൾ ഒരു തവണ തന്നെ എടുക്കുക പ്രോഡക്റ്റ് കേട്ടോ. അല്ലാണ്ട് എപ്പോഴും നമ്മുടെ കൈ ആണെങ്കിലും ബ്രഷ് ആണെങ്കിലും അതിലിങ്ങനെ ഇടരുത്. നമ്മുടെ ഫേസിലുള്ള പിമ്പിൾസ്, അതിൻ്റെ ജേംസും ബാക്ടീരിയ ഒക്കെ അങ്ങനെ വന്നാൽ അത് നമുക്ക് വീണ്ടും ദോഷം ചെയ്യും. പിന്നെ ഒരു കാര്യം കൂടി എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ സ്കിൻ കെയർ ഒക്കെ ചെയ്യുമ്പോൾ എപ്പോഴും നല്ല റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന ഫ്രീ ടൈം കിട്ടുമ്പോൾ ഇതിനായിട്ട് സമയം കണ്ടെത്തുക. പക്ഷെ എന്നാലും തിരക്ക് പിടിച്ചിരിക്കുന്ന സമയത്തൊന്നും ചെയ്യരുത്. ഇത് ശരിക്കും നമുക്ക് സ്കിന്നിനും ബോഡിക്കും മാത്രമല്ല മൈൻഡിനും കൂടി ഒന്ന് റിലാക്സ് ചെയ്യാനും ഒരു റിഫ്രഷ്മെൻറ്റ് തരാനും ഒക്കെ നല്ല ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് ഇതൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഞാൻ അങ്ങനെയാണ്. ഇപ്പോൾ എനിക്ക് മോൾ ഉറങ്ങുന്ന സമയത്തൊക്കെ ഫ്രീ ടൈം കിട്ടുമ്പോഴാണ് ഞാൻ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്.
ഓക്കെ, അപ്പോൾ അതൊരു സുഖമാണ്. ഒരു പാട്ടൊക്കെ കേട്ടങ്ങനെ ഇരുന്നാൽ നമുക്കും ഇതുപോലൊരു മീ ടൈം വേണം തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ ഫൈനലായിട്ട് ഞാനൊരു സിറം കൂടി യൂസ് ചെയ്യാണ്. ഇവരുടെ സെയിം ഉപ്റ്റൻ റേഞ്ചിലുള്ള ഒരു സിറം കൂടി യൂസ് ചെയ്തിട്ട് ഈ ഒരു പ്രോസസ്സ് നമുക്ക് ഫിനിഷ് ചെയ്യാം. അപ്പോൾ അതിന് മുന്നേ സിറം യൂസ് ചെയ്യുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഒരു മോയ്സ്ചറൈസർ എന്താ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആണെങ്കിലും ഫേസ് വാഷ് ചെയ്തതിന് ശേഷം നമ്മളൊരു ടോണർ അപ്ലൈ ചെയ്തിരിക്കണം കേട്ടോ. പാക്കൊക്കെ ഇട്ടതിന് ശേഷമുള്ള നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു pH ലെവൽ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത് മറക്കരുത്. ഇതിന് ശേഷം നമുക്ക് സിറം യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഒരു എൻറ്റയർ റേഞ്ച് വോവിൻ്റെ ഈ ഒരു ഉപ്റ്റൻ റേഞ്ച് എനിക്ക് വളരെ ഇഷ്ടമായി. ഈ സിറം ആണെങ്കിലും നല്ലതാണ്. ആ ഒരു യെല്ലോ ഒരു കളറാണ് കേട്ടോ. ഒരു ഫസ്റ്റ് ഇംപ്രഷനായിട്ട് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് റെക്കമെൻഡ് ചെയ്യുന്ന പ്രോഡക്റ്റാണ്. കാരണം എനിക്കിത് യൂസ് ചെയ്തിട്ട് നല്ലതായിട്ട് തോന്നി, നല്ല റിസൾട്ട് തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തീർച്ചയായിട്ടും റെഗുലറായിട്ടുള്ള യൂസിൽ നല്ല റിസൾട്ട് തരും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു റേഞ്ച് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ലിങ്ക്സും ബാക്കി ഡീറ്റെയിൽസും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ വോവിൻ്റെ പ്രോഡക്ട്സ് നിങ്ങൾക്കറിയാം, കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്, ഇന്ത്യൻ ബ്രാൻഡാണ്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള പ്രോഡക്ട്സ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരുടെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്